നെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണം സ്പെഷ്യൽ ചെറുപയർ പായസത്തിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നേരത്തെ തന്നെ ചെറുപയറെടുത്ത് വറുത്ത് അതിൻ്റെ പരിപ്പൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുപയറ്റിൻ പരിപ്പ് വയ്ക്കുന്നതിനെക്കാട്ടിയും നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസം ഓണത്തിൻ്റെ അന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറുപയറൊക്കെ കഴുകി ഒരു അരിപ്പയിലെടുത്ത് വെച്ചു. അതിന് ശേഷം ഒരു പാനിലിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനെ ചെറുപയറൊക്കെ നന്നായിട്ട് ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളക്കി കൊടുക്കണം. നമ്മളൊരു ചീനച്ചട്ടിയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടുമ്പോൾ അത് ഒരു മുറത്തിലേക്ക് ഇട്ട ശേഷം ഞാൻ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന പേപ്പറാണ്, ന്യൂസ് പേപ്പറല്ല. ആ പേപ്പറിലിട്ട് നന്നായിട്ടൊരു നാഴി കൊണ്ട് ഇങ്ങനെ ഉരച്ചെടുക്കും. അപ്പോൾ നമുക്ക് പരിപ്പും അതിൻ്റെ തൊലിയും വേർതിരിഞ്ഞായിട്ട് കിട്ടും, പരിപ്പായിട്ട് കിട്ടും. ചെറുപയറ്റ് പരിപ്പ് പോലെ തന്നെ ആയിട്ട് കിട്ടും. ഒറിജിനൽ ചെറുപയറിൻ്റെ പരിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു രസമായിരുന്നു. അപ്പോൾ ആ പരിപ്പൊക്കെ ഞാൻ ചേറ്റിയെടുത്തു. മുറത്തിലിട്ടിട്ട് നന്നായിട്ട് പുറത്ത് കൊണ്ടുപോയി ചേറ്റിയെടുത്തു. ചേറ്റി കഴിഞ്ഞപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. കണ്ടോ, അതിൻ്റെ തുമ്പ് നമുക്ക് ഇങ്ങനെ ചേറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ തൊണ്ടൊക്കെ പോകും, തൊണ്ടൊക്കെ പോയി കിട്ടും. പിന്നെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം കുക്കറിലേക്കിട്ട് നമുക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം അത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. നന്നായിട്ട് വേകണം. ഒരു 3-4 വിസിൽ കേട്ട് കഴിയുമ്പോൾ നന്നായിട്ട് വേകും. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒരു അല്പം ഉപ്പും ചേർത്തിട്ടാണ് ഞാനത് കുക്കറിലിട്ട് വേവിച്ചെടുത്തത്. പിന്നെ ആ സമയത്തേക്ക് ഞാൻ കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരകി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തു. പിന്നെ ഇപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പല്ലില്ലാത്ത ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റും. പ്രായമായ ആളുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിനേക്ക് നന്നായി വെന്ത് കിട്ടിയപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി നന്നായിട്ട് ശർക്കരയിൽ കിടന്നൊന്ന് പറ്റണം. ആ സമയം കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ സ്റ്റൗവിലേക്ക് മറ്റൊരടപ്പിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. തിളച്ച് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1-ാം പാൽ ഒഴിച്ച ശേഷം അതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നതും കിസ്മിസും ചേർത്ത് കൊടുത്തു. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.